പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് എഗ് റോസ്റ്റ്. നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഉള്ളി ഇട്ടിട്ട് കൊടുക്കാം. 4 വലിയ സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിരുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. 3 പച്ചമുളകും, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ സൈസ് ഇഞ്ചി, ഇതെല്ലാം അരച്ചെടുത്ത പേസ്റ്റും ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ടായിട്ട് നല്ലപോലെ ബ്രൗൺ കളറാകുന്ന പോലെ വാട്ടിയിട്ട് എടുക്കണം. നല്ലോണം ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തങ്ങ് മതി. പിന്നെ പച്ചമുളക് എരിവനുസരിച്ചിട്ട് ഇട്ടങ്ങ് മതി. ഞാനതുകൊണ്ട് 3 പച്ചമുളകാണ് എടുത്തത്. തക്കാളി വലിയ സൈസ് ആയതുകൊണ്ട് 1 തക്കാളി എടുത്തത്. ഇനി ചെറിയ സൈസ് അങ്ങ് 2 തക്കാളി ചേർക്കാം. തക്കാളി കുറച്ച് വാടിയിട്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതിനെല്ലാം നല്ല ഒടിഞ്ഞിട്ട് വരുവോളം നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നല്ല മസാലപ്പൊടീൻ്റെ എല്ലാം നല്ല മണം വരുവോളം നമുക്ക് ഫ്രൈ ആക്കാം. അപ്പോഴേക്ക് നമുക്ക് തക്കാളി നല്ല ഒടിഞ്ഞിട്ടെല്ലാം കിട്ടും. ഇപ്പം മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്തിട്ട് വെച്ചിട്ട് മുട്ട ഇട്ടിട്ട് കൊടുക്കാം. ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ഇടുമ്പോൾ ഇതിലേക്ക് ഇതിങ്ങനെ ഒരു മുറി ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല മസാല എല്ലാം പൊടിച്ചിട്ട് നല്ല ഇതായിട്ട് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ പോലെ ഗരം മസാല ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ കുറച്ച് അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പില ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. മൂടി വെച്ചിട്ടാകുമ്പോൾ അതേ ചൂടിൽ നല്ല സ്മെല്ല് വരും മല്ലിയിലേൻ്റെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഹെസാസ് വേൾഡ്.